എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്, ചപ്പാത്തിക്ക്. ഇന്ന് രാവിലെ ചപ്പാത്തി, അതുകൊണ്ട് ചപ്പാത്തിക്ക് പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന വിധം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ പരിപ്പ് കറിക്ക് വേണ്ടത് സവാള പൊടിയായി കൊത്തി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, ഒരു 5 വെളുത്തുള്ളി അല്ലി, പിന്നെ ചെറിയ ഉള്ളി കടുവറക്കാൻ ഒരു 5 എണ്ണം, കരിവേപ്പില, പിന്നെ കടുക്, ഉണക്കമുളക്. കടുവറക്കുന്നതിനാണ് നമുക്കത്. ആദ്യം നമുക്ക് പാനെടുപ്പത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക്, ചുവന്നുള്ളി, നമുക്ക് വേണം നന്നായിട്ടൊന്ന് നോക്കണം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ടെ. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, ചെറു കറിവേപ്പില നന്നായി നമുക്ക് ഇളക്കാം. ഇതൊന്ന് ഒത്തിരി മൂക്കണ്ട, എന്നാലും ഒരു 3/4 ഭാഗം മൂക്കണം. നമുക്ക് ഇളക്കി കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പരിപ്പിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഉപ്പിടാതെ പരിപ്പ് ഞാൻ മഞ്ഞപ്പൊടിയും കരിവേപ്പിലയും മാത്രം ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് ഉപ്പ് ഞാൻ ഇതിനകത്തിപ്പോൾ ഇട്ടു. നമുക്കിനി പോരാത്തതിന് നമുക്ക് കറിയായി കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുവിധം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഞാൻ ഞാൻ മഞ്ഞപ്പൊടി പരിപ്പിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാലും ഇച്ചിരി മഞ്ഞപ്പൊടി, നമുക്കൊരു തുള്ളി മുളക് പൊടി, പച്ചമുളക് 4 എണ്ണം ഇട്ടിട്ടുണ്ട്, എന്നാലും അല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു കളറിന്. അപ്പം നന്നായി ഇളക്കി. തക്കാളി ശരിക്ക് വെന്തിട്ടില്ല. നമുക്കൊരു ഇച്ചിരി കൂടെ തീ കുറച്ച് വെച്ച് നമുക്ക് ലേശം പരിപ്പ് വേവിച്ച് വെച്ചേക്കുമല്ലേ, ഇനി ഓൾറെഡി ഇതിനകത്ത് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു ഇച്ചിരി അടച്ചു വെച്ച് നമുക്കൊന്നുകൂടെ ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം.
നന്നായി ഒന്ന് യോജിപ്പിക്കണം. നമുക്കിതിനകത്തോട്ട് പരിപ്പ് ഞാൻ മഞ്ഞപ്പൊടിയും കറിവേപ്പില ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ചിലർക്ക് നന്നായിട്ട് വെള്ളം ചേർക്കണം, ചിലർക്ക് നല്ല കുറുകിയിരിക്കണം. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതനുസരിച്ച് ചെയ്യണം. ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിക്കണം. ഇത് മതി. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറുകും. അതുപോലെ തന്നെ ചിലർ നന്നായിട്ട് പരിപ്പ് വേവിക്കും. ഇതൊന്ന് കടിക്കണം പരിപ്പ്. ആ പരുവത്തിൽ നമുക്കൊന്ന് ഉപ്പ് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം, ലേശം കൂടെ. ചിലർ പരിപ്പ് കടുവറക്കാതെ കറിവേപ്പിലയും ഇതെല്ലാം ഒന്നിച്ചിട്ട് വേവിച്ചിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കും. വെളിച്ചെണ്ണയും കറിവേപ്പില ഉരുവിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. ചിലർ കടുവറക്കും. ഞാൻ ചിലപ്പം പല രീതിയിലും വെക്കും. ഇങ്ങനെയും വെക്കും, അങ്ങനെയും വെക്കും. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഊരിയിട്ട്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളായിരുന്നല്ലോ, ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചല്ലല്ലോ കടുവറുത്തത്. അപ്പം അതുകൊണ്ട് നമുക്ക് കറിവേപ്പില ഊരിയിടണം. കറിവേപ്പില ഊരിയിട്ട് ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പരിപ്പ് കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്.